നാരായണ നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീഹരേ. ശ്രീമദ് ഭാഗവത മഹാപുരാണം നവമസ്കന്ധം 3-ാമത്തെ അധ്യായം തൊട്ട് തുടങ്ങണു. സുകന്യാചരിതം. ശര്യാദിയുടെ വംശത്തെ പറയാണ്. സുകന്യാചരിതം പാതിവ്രതത്തിൻ്റെ ഒരു മഹത്വം അതിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരിക്കൽ അങ്കിരസ് യാഗത്തിൽ 2-ാം ദിവസം ചൊല്ലേണ്ടതായിട്ടുള്ള മന്ത്രങ്ങളെ താൽക്കാലികമായിട്ട് ഓർമ്മ വന്നില്ല ആ ബ്രാഹ്മണർക്ക്. അപ്പോൾ ശര്യാദിയുടെ യാഗമായിരുന്നു. അപ്പോൾ ആ യാഗത്തിൽ ശര്യാദി ആ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുത്തു. അത് കാരണം ശര്യാദിക്ക് വേദജ്ഞൻ എന്നുള്ള ഒരു ബിരുദം കൂടി, എല്ലാവരും അറിയപ്പെടുന്നതായിട്ടൊരു ബിരുദം കൂടി കിട്ടി. ഉത്താനബർഹിസ്, ആനർത്തൻ, ഭൂരിഷേണൻ, സുകന്യ, ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ. സുകന്യ ഒരു ഒറ്റപുത്രിയാണ്. അനവധി ഭാര്യമാരുണ്ട് ശര്യാദിക്ക്. അപ്പോൾ സുകന്യയ്ക്കൊരു 8 വയസ്സ് 10 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രായം. അപ്പോൾ ആ സമയത്ത് സുകന്യയും ഈ അച്ഛൻ്റെ ഒപ്പം ഇങ്ങനെ സഞ്ചരിക്കുക, അങ്ങനെ പതിവുണ്ട്. അപ്പോൾ അതിലൊരു നായാട്ട് സമയത്ത് സുകന്യ ഉണ്ടായിരുന്നു, ചോഴിമാരുണ്ടായിരുന്നു, തോഴികളുണ്ടായിരുന്നു ഒപ്പം. അപ്പോൾ അവർ ഈ ഉദ്യാനം കഴിഞ്ഞ ഉപവനം, കാട്ടിലേക്ക് കയറി എന്ന് പറയാൻ പറ്റില്ല, ഉപവനത്തിലാണ്. അവിടെ ശര്യാദി നായാട്ട് ചെയ്യുന്ന സമയത്ത് ച്യവനാശ്രമത്തിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഈ കുട്ടികൾ കളിച്ചേർന്നത്. ഇപ്പോൾ സുകന്യുണ്ട്, കൂട്ടുകാരികളുണ്ട്, ഒക്കെ കൂടിയിട്ട് ഓടി പലതരം കളികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പുറ്റ് കണ്ടു. വലിയ പുറ്റ, നല്ല ഉയരമുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ അതിൽ 2 തുള കണ്ടു, ഇങ്ങനെ മിന്നുന്നുണ്ട്. അപ്പോൾ ഒരു കൗതുകം തോന്നി. ഒരു മുള്ളെടുത്തിട്ട് സുകന്യ ഒന്നിൽ കുത്തിയപ്പോൾ ഒരു ഞരക്കം കേട്ടു. അപ്പോൾ മറ്റേലും കുത്തി, അപ്പോഴും ഞരക്കം കേട്ടു. അപ്പോഴേക്കും ചോരയും വന്നു. അപ്പോൾ പേടിച്ചു, അവിടുന്ന് ഓടി. കൂട്ടുകാരൊക്കെ ഓടി. ഓടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ രാജാവിനും സൈന്യങ്ങൾക്കും എല്ലാവർക്കും മലമൂത്ര ബന്ധനം വന്നു. എന്താ ഇങ്ങനെ? എല്ലാവർക്കും വല്ലാത്ത വിമിഷ്ടം. ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം? എല്ലാവരും ചർച്ച ചെയ്യും. രാജാവിൻ്റെ ഈ ആജ്ഞ എന്നുള്ള നിലയ്ക്കുണ്ടല്ലോ. അപ്പോൾ അത് ആ രീതിയിലും ചോദിച്ചു നോക്കി. പക്ഷെ ആർക്കും ഒന്നും ഉത്തരം കിട്ടിയില്ല. ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. സുകന്യ ഇത് മനസ്സിലാക്കിയിട്ട് അച്ഛനോട് പറഞ്ഞു, ഈ ച്യവനദ്രോഹം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചു. ഞാൻ അങ്ങനെ ചെയ്തു എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അറിയില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പുറ്റ് കണ്ടു, അവിടെ 2 തുള കണ്ടു, ഞാനൊന്നിങ്ങനെ കുത്തി നോക്കി, ഞരക്കമൊക്കെ കേട്ടു എന്ന് പറഞ്ഞു. രാജാവിന് കാര്യം പിടുത്തം കിട്ടി. വേഗം എല്ലാവരും കൂടിയിട്ട് ഓടി അവിടേക്ക് എത്തി. പുറ്റൊക്കെ പൊട്ടിച്ചു. ആ ച്യവനനെ കണ്ടു. വല്ലാത്ത സങ്കടമായി. 2 കണ്ണും കുത്തി പൊട്ടിച്ചിറക്കണു. അപ്പോൾ സുകന്യ ചെയ്തതാണ്, തൻ്റെ മകളാണ് ചെയ്തത്. അപ്പോൾ ഉത്തരവാദി താനാ. ഇനി എന്താ ചെയ്യുക? ഞാൻ എന്താ പരിഹാരം ചെയ്യേണ്ടത് മഹർഷേ എന്ന് ചോദിച്ചു. എത്ര ശുശ്രൂഷിക്കണച്ചാലും തയ്യാറാണ്. എത്ര ദാസിമാരെ വേണം, എത്ര ദാസന്മാർ വേണം, എന്താ വെച്ചാൽ അങ്ങേക്ക് ചെയ്തു തരാം. എന്താ വേണ്ടത് എന്ന് പറയും. ശപിക്കരുത്, കുലം നശിക്കരുത് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, അതൊന്നുമില്ല, ഞാൻ അങ്ങനെ കോപിക്കണ ആളല്ല. ഈ ച്യവനൻ്റെ അത്ര കോപം വേറെ ആർക്കും ഇല്ല. ദുർവാസാവിൻ്റെയൊക്കെ കോപം ഈ ച്യവനൻ്റെ കോപത്തിന് മുമ്പിൽ ഒന്നുമല്ല. അങ്ങനെയാണ്, മുൻശുണ്ടിക്കാരനാണ്. അതേപോലെ പ്രായമാണെച്ചാൽ എത്ര നിശ്ചയില്ല, അത്രയും കൂടുതൽ പ്രായമുണ്ട്. അനവധി കാലമായിരുന്നു തപസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ പ്രായമുണ്ട്, ഈ മുൻശുണ്ടിയുണ്ട്. ഇപ്പോൾ ഇതാ കണ്ണ് പൊട്ടനുമായി. കാട്ടിലാണ്, ഒറ്റയ്ക്കാണ്, ആരുമില്ല സഹായത്തിന്, ഒരു വീടും കൂടിയില്ല. ആ ച്യവനം പറയാണ്, അത് സാരമില്ല, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. എന്നെ സേവിക്കാനായിട്ട് അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്ത് തന്നോളൂ. അത് അങ്ങയ്ക്കും ഗുണകരമാവും, എനിക്ക് സഹായമാവും എന്ന് പറഞ്ഞു. അപ്പോൾ ശര്യാദിക്ക് അതത്ര സമ്മതമായില്ല.
തൻ്റെ മകള് ഈ 8-9 വയസ്സേ ആയിട്ടുള്ളൂ. അതിനെപ്പാണ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൃദ്ധന് എന്താ ചെയ്യാൻ പറ്റുക? കന്യക വളർന്നു വരിക. അപ്പൊ കാമം അത് തീർത്തു കൊടുക്കാൻ ഈ വയസ്സിന് പറ്റില്ലല്ലോ. അതൊരു പാപമാണ്, ഒരു ശാപാണത്. അപ്പം അത് വല്ലാത്തൊരു ബ്രഹ്മഹത്യാപാപം പോലെ രാജാവിനെ ബാധിക്കും, കുടുംബങ്ങളെ ബാധിക്കും. അപ്പം അത് വെയ്യലോ. എന്താ ചെയ്യുക? രാജാവ് ആകെ കഷ്ടത്തിലായി. ഇത് മുനി പറഞ്ഞത് കേട്ടിട്ടില്ല വെച്ചാൽ ശപിച്ചാൽ കുലം മുഴുവൻ പോവും. അപ്പോൾ അത് അതിലേറെ പ്രശ്നമായി. രണ്ടായാലും ഇപ്പോൾ പ്രശ്നമാണ്. ഇനി പരിഹാരം എന്താ ചെയ്യുക? സുകന്യാണെന്ന് വെച്ചാലോ അതിസുന്ദരിയാണ്. അപ്പോൾ സുകന്യ ഈ പ്രശ്നത്തിന് പരിഹാരം സ്വയം ഏറ്റു. അച്ഛൻ പേടിക്കണ്ട. അച്ഛൻ്റെ ഈ മകള് ഒരു കാരണവശാലും നിയമം തെറ്റി നടക്കില്ല. അതേപോലെ എൻ്റെ സ്വഭാവത്തിൽ ഒരു ച്യുതി സംഭവിക്കില്ല, എന്നെ നെഗറ്റീവ്സ് ബാധിക്കില്ല. ഞാൻ ആ രീതിയിൽ പതിവ്രതയായിട്ട് എന്നും കഴിഞ്ഞോളാം. അച്ഛൻ സന്തോഷത്തോട് കൂടിയിട്ട് എന്നെ കന്യകാദാനം ചെയ്തോളൂ ഈ ച്യവന മഹർഷിക്ക്. ഞാൻ കാരണം ച്യവന മഹർഷി ഇപ്പോൾ ദുഃഖിക്കുകയാണ്. അത് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അതിന് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പരിഹാരം ചെയ്തോളാം. അദ്ദേഹത്തിന് അതേ വേണ്ടൂ ഇപ്പോൾ. അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അവിടെ സമ്മതിക്കുക വേണ്ട സമ്മതിക്കാതിരിക്കുക വേണ്ട എന്ന് സംശയമായി. ച്യവനന് സംശയം ഉണ്ടായില്ല, സുകന്യയ്ക്കും സംശയമില്ല. അപ്പോൾ രാജാവ് ചെയ്യാമെന്ന് ഉറച്ചു, ചെയ്തു കൊടുത്തു. അപ്പോൾ മറ്റ് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ വേണമെന്ന് ചോദിച്ചു. ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ദാസിമാർ വേണ്ട, ധനം വേണ്ട, വീട് വേണ്ട, യാതൊന്നും വേണ്ട. എങ്ങനെയാണോ ഇതുവരെ കഴിഞ്ഞിരുന്നത് അതുപോലെ കഴിയും. കൂടെ സഹായത്തിന് ഈ കുട്ടി. അത്രേ വ്യത്യാസമുള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. പോയിക്കോളൂ. അച്ഛനും അമ്മയും അവിടുന്ന് മടങ്ങി. വലിയ സങ്കടത്തോട് കൂടിയിട്ടാട്ടോ മടങ്ങിയത്. അങ്ങനെ കുറച്ച് കൊല്ലം കഴിഞ്ഞു. 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാവും തോന്നുന്നുണ്ട്. ആ സമയത്താണ് അശ്വിനി കുമാരന്മാർ അവിടെ വരുന്നത്. അശ്വിനി കുമാരന്മാർ ഈ സുകന്യ എവിടെയാണോ പോണെന്ന് വെച്ചാൽ അവിടേക്കാണ് വരണേ. പൂക്കളിറക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പല കാര്യങ്ങളുണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടേക്കാണ് എത്തുക. എന്നിട്ടിങ്ങനെ ഒളി കണ്ണിട്ട് നോക്കുക എന്നുള്ള നിലയ്ക്ക് ഒളിഞ്ഞു നോക്കുക. അങ്ങനെയാണ് അത് കണ്ടുപിടിച്ചു സുകന്യ. ആരാധ നിങ്ങളെ ഞാൻ ശപിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശപിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഏതായാലും ഇങ്ങനെ 2 പേര് വന്നിട്ടുണ്ട് എന്നുള്ളത് ഭർത്താവിനോട് സുകന്യ പറഞ്ഞു. ച്യവന മഹർഷി ആ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോളൂ. അപ്പോൾ ആരാന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങേക്ക് എന്താ ചെയ്തു തരേണ്ടത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ യുവാവാവണം, അതേപോലെ ദാമ്പത്യം നന്നാവണം, ഇങ്ങനെയൊക്കെയല്ലേ, കണ്ണ് കാണണം, പലതും ഉണ്ടല്ലോ. സുകന്യയുടെ ആഗ്രഹം പോലെ, ച്യവനന് ആഗ്രഹം ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, സുകന്യയുടെ ആഗ്രഹം പോലെ അത് സാധിപ്പിച്ചു കൊടുക്കും. എങ്ങനെയാണ്? കുളിച്ചു വരാൻ പറഞ്ഞു. മഹർഷിയോട് കുളിച്ചു വരാൻ പറഞ്ഞു. മഹർഷി കുളിച്ചു വരല്ല, കുളത്തിൽ മുങ്ങിയിട്ട് പൊങ്ങി കഴിഞ്ഞപ്പോഴേ 3 പേരും ഒരേപോലെ സുന്ദരന്മാരായിട്ട്. ഒരു വ്യത്യാസമില്ല, ഭാവത്തിന് വ്യത്യാസമില്ല, രൂപത്തിന് വ്യത്യാസമില്ല, ആകാരങ്ങൾക്കൊന്നും ഒരു വ്യത്യാസമില്ല. അപ്പോൾ ച്യവനൻ പറഞ്ഞു, ഞാനാണ് ച്യവനൻ, എന്നെ വിവാഹം കഴിച്ചോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നെ മാലയിട്ടോളൂ, എന്നിട്ട് സ്വീകരിച്ചാൽ മറ്റുള്ള 2 പേരും ഒഴിവായി പോയിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ച്യവനനാണ് പറഞ്ഞത്. അത് അതേപോലെ തന്നെ അതേ സമയം തന്നെ ഈ 3 പേരും ഒരേപോലെ പറഞ്ഞു. അശ്വിനികുമാരന്മാർ നാസത്യൻ ദസ്ര അവരും അത് പറഞ്ഞു. അപ്പോൾ സുകന്യയ്ക്ക് സംശയമായി, യഥാർത്ഥത്തിലുള്ള ഭർത്താവിനെ അറിയണില്ല. അപ്പോൾ പാതിവൃത്യമുണ്ട്. അതുകൊണ്ട് അശ്വിനി ദേവകളെ തന്നെ ശരണം പ്രാപിച്ചു. നിങ്ങൾ ദേവന്മാരാണ്, എൻ്റെ പാതിവൃത്യത്തിന് ഭംഗം വരരുത്. അത് കുലത്തിന് മുഴുവൻ ദോഷമാണ്. സൂര്യവംശ രാജാവല്ലേ അച്ഛൻ, ഈ മഹർഷിക്കും അത് കേടല്ലേ, എനിക്കും അതേപോലെ ഈ സ്ത്രീകൾക്കൊക്കെ മാനഹാനി സംഭവിക്കില്ലേ ഞാൻ കാരണം? അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരൂ. അപ്പോൾ അശ്വിനികുമാരന്മാർ പ്രീതരായി ദേവത്വം കാണിച്ചു കൊടുത്തു. കാല് നിലത്ത് മുട്ടാതെ കണ്ടും കണ്ണിമ വെട്ടാതെ കണ്ടും കാണിച്ചു കൊടുത്തു. അപ്പോൾ ച്യവനന് 2 ഉണ്ട്. അപ്പോൾ ച്യവനനെ മാലയിട്ടു സ്വീകരിച്ചു. എല്ലാവർക്കും സന്തോഷമായി.
അപ്പോൾ ച്യവനൻ ചോദിച്ചു, എന്താ പരിഹാരം വേണ്ടത് എന്ന് ചോദിച്ചു. അതിസുന്ദരനായിട്ടുള്ള ഭർത്താവ്, സുന്ദരിയായിട്ടുള്ള ഭാര്യ, അങ്ങനെയുള്ളൊരു ഭാവത്തിലെത്തി രണ്ടുപേരും. അപ്പോൾ പരിഹാരം എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് സൂര്യൻ്റെ പുത്രനാണ്, ഞങ്ങൾ ദേവവൈദ്യന്മാരാണ്. യാഗഭാഗം ഈ ഇന്ദ്രാദി ദേവന്മാരുടെ ഒപ്പം ഇരുന്നിട്ട് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അത് ഇന്ദ്രൻ പണ്ട് മേരു പർവ്വതത്തിൽ വെച്ചുള്ള ഒരു യാഗസത്രത്തിൽ ഇങ്ങനെ ഒരു ശാപം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതൊന്ന് തീർത്ത് തരണം, അതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു. തുല്യാധികാരം കിട്ടണം. ശരിയാക്കാം, പോയിക്കോളൂ. അപ്പോൾ അനുഗ്രഹിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ശര്യാദി മഹാരാജാവിനും പത്നിക്കും ഒരേപോലെ മകളെ ഒന്ന് കാണണമെന്നൊരു മോഹം. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ മകളെ ഒന്ന് കാണാൻ പോവുക. പറയേണ്ട താമസം, അതാ പോവുക. രണ്ടുപേരും തയ്യാറായി ഇവിടെ വന്ന് നോക്കിയപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട് ഒരു യുവാവ്, ഒപ്പം മകളുമുണ്ട്. മകള് സല്ലപിക്കുന്നുണ്ട്, പല കാഴ്ചകൾ കണ്ടു. കാഴ്ചകൾ കണ്ടപ്പോൾ അത് അത്ര പന്തിയല്ല തോന്നി. ഈ മകളെ കാരണം കൊണ്ട് നമ്മുടെ കുലം നശിച്ചുവല്ലോ, ഇനി എന്താ ചെയ്യുക, നമുക്ക് പോവുക, ഇത് നമ്മുടെ ഭാഗ്യദോഷമാണ്. അത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്, ഇത് യോഗമാണ് എന്നൊക്കെ പണ്ട് തിരിഞ്ഞ് നടക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് സുകന്യ വളരെ യാദൃശികമായിട്ട്, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചെന്നേ പറയാൻ നിർത്തിയുള്ളൂ, തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അച്ഛനും അമ്മയും വേവലാതിപ്പെട്ടുകൊണ്ട് തിരിഞ്ഞ് നടക്കാൻ നിൽക്കുക. അപ്പോൾ വേഗം അച്ഛാ അമ്മയെന്നൊക്കെ വിളിച്ച് അടുത്ത് വന്ന് നമസ്കരിച്ചു. നോക്കുമ്പോൾ മുഖം ഒട്ടും പ്രസന്നമല്ല. എന്താ അതിങ്ങനെ, എന്തിനാ അച്ഛനും അമ്മയും വ്യസനിക്കണത്? എൻ്റെ കാര്യം ഓർത്തിട്ടാണോ അതോ ഭർത്താവിനെ കണ്ടിട്ടാണോ? ഭർത്താവ് അത് ച്യവനൻ തന്നെയാണ്. അശ്വിനികുമാരന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് യുവത്വം കിട്ടിയത്. അച്ഛൻ വരൂ, എൻ്റെ ഭർത്താവിനെ നമസ്കരിക്കൂ. ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. ദേവവൈദ്യന്മാരാൽ അനുഗ്രഹീതനാണ് എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ യൗവനമൊക്കെ കാണാനുണ്ട്. വേഗം ചെന്നു രാജാവ് നമസ്കരിച്ചു മഹർഷിയെ. അപ്പോൾ അതിസുന്ദരനായിട്ട് നിൽക്കുക കേട്ടോ ഈ ച്യവന മഹർഷി. അനുഗ്രഹിച്ചു. എന്താ വരം വേണ്ട? ഒന്നും വേണ്ട പടേ. ഇപ്പോൾ രാജാവിനെ സംബന്ധിച്ച് ഒന്നും വേണ്ട. രാജാവേ, എനിക്ക് ഒരു യാഗം ചെയ്യണം, ഏർപ്പാട് എന്താ വെച്ചാൽ ചെയ്യണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഇപ്പം തന്നെ. എന്നാ ഇപ്പം തന്നെ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ വേഗം ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ യാഗം തുടങ്ങി. എല്ലാവരെയും വിളിച്ചു. എല്ലാ ദേവന്മാരും വന്നു. ഓരോരുത്തർക്ക് സമർപ്പിക്കേണ്ടത് ക്രമത്തിൽ സമർപ്പിച്ചു വരണു. അങ്ങനെ അശ്വിനികുമാരന്മാരുടെ സമയമെത്തി. അപ്പോൾ അവർക്കും പുരോടാശം എടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അത് പറ്റില്ല, അവർ ദേവവൈദ്യന്മാരാണ്, പതിത്വമുണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു. അത് ഞാൻ കൊടുക്കും, ഇത് സത്യം ചെയ്തിട്ടുണ്ട്, ഞാൻ കൊടുത്തോളാം എന്നുള്ളത്, അതുകൊണ്ട് സത്യവാക്കാണ് ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു ഇന്ദ്രൻ. അശ്വിനികുമാരനോട് പറഞ്ഞു, പാത്രം എടുത്തോളൂ, ഞാൻ തരാം എന്ന് പറഞ്ഞ് സ്വാഹ എന്ന് പറഞ്ഞ് അതാണ് കൊടുത്തോട് കൂടിയിട്ട് ഇന്ദ്രൻ വജ്രം എടുത്തു കഴിഞ്ഞപ്പോൾ ആ കയ്യും, ഇന്ദ്രൻ്റെ ആ കയ്യും വജ്രവും കൂടിയിട്ടാണ് സ്തംഭിപ്പിച്ചു. അനങ്ങാൻ നിർത്തിയില്ലാണ്ടേക്ക് ച്യവനൻ. അത് കഴിഞ്ഞ് അശ്വനി ദേവന്മാരോട് കുടിച്ചോളാൻ പറഞ്ഞു, കഴിച്ചോളാൻ പറഞ്ഞു. പ്രസാദമല്ല, ഇത് ഹവിസാണല്ലോ, അപ്പോൾ അത് സ്വീകരിച്ചോളാൻ പറഞ്ഞു. അവർ സ്വീകരിച്ചു. മറ്റെല്ലാ ദേവന്മാർക്കും കൊടുക്കേണ്ട ക്രമത്തിൽ യാഗമൊക്കെ നന്നായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഇന്ദ്രൻ്റെ ആ സ്തംഭനം ച്യവനൻ തീർത്തു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അതേ, എന്നോട് ക്ഷമിച്ചോളൂ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. അങ്ങയുടെ ഈ കഴിവിനെ എല്ലാവരും അംഗീകരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇന്ന് മുതൽ എവിടെ യാഗം ഉണ്ടായാലും അശ്വിനികുമാരന്മാർക്കും കൊടുക്കണം, അവർക്കത് ഒപ്പം വരുന്ന് സ്വീകരിക്കാനുള്ള അധികാരം ഞാൻ വീണ്ടും പ്രാബല്യത്തിൽ എത്തിച്ചു, അത് നിയമമാക്കിയിരിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സന്തോഷം. അങ്ങനെ ഈ അശ്വിനികുമാരന്മാർക്ക് യാഗഭാഗം ദേവന്മാരുടെ ഒപ്പം ഇരുന്നിട്ട് കഴിക്കാനുള്ള ആ ഒരു അവസരം കിട്ടി. ഈ അശ്വിനികുമാരന്മാരെ കൊണ്ട് ഈ സുകന്യ ചെയ്തതായിട്ട് ചെറിയൊരു തെറ്റ്, കണ്ണ് പൊട്ടിക്കുക, അപ്പം അത് മാറി. മാത്രമല്ല ഇത്രയും വൃദ്ധനല്ലേ, അപ്പം അതുകൊണ്ട് യുവാവ് എന്നുള്ള നിലയ്ക്ക് ആക്കുകയും ചെയ്തു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് അവർ ജീവിക്കണം. ആ കഥയുടെ ഒടുക്കം പറയണത്, ശര്യാദിയുടെ
ഈ പരമ്പരയിൽപ്പെട്ടതായിട്ടുള്ള മകൻ കകുദ്മി, ആനർത്തൻ്റെ മകൻ കകുദ്മി. അപ്പം അതിൽ രേവതൻ, ആ രേവതൻ്റെ മകൾ രേവതി. അപ്പം രേവതിയുടെ അച്ഛൻ രേവതനും കൂടിയിട്ട് രേവതിയുടെ വിവാഹപ്രായം ഇങ്ങനെ വന്ന സമയത്ത് ആർക്കാ കൊടുക്കേണ്ടത് എന്നൊരു സംശയം. അപ്പോൾ ഇവിടെയുള്ള കണ്ടവരൊന്നും അത്രയും തൃപ്തിയായില്ല, അപ്പം ജീവിച്ചിരിക്കണവർ. ഇപ്പോൾ ധാരാളം യാഗവും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെയധികം പുണ്യം സമ്പാദിച്ചിട്ടുണ്ട് രേവതൻ. അതുകൊണ്ട് മകളെയും കൊണ്ടിട്ട് നേരെ ബ്രഹ്മലോകത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നൃത്തം എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയട്ടെ വിചാരിച്ച് കാത്തിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിനെ കണ്ടു, കാര്യം പറഞ്ഞു. മകളെ ആർക്കാ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങ് അവിടുന്ന് പോന്നിട്ട് ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും 27 യുഗം കഴിഞ്ഞിറക്കണു. ഇനി 28ാമത്തെ യുഗത്തിൽ ആ ദ്വാപരാന്തിയാണ്. അവിടെ ഭഗവാൻ തന്നെ കൃഷ്ണൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട്. അനന്ത ഭഗവാൻ ബലരാമൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട്. ആ ബലരാമന് ഈ മകളെ കൊടുത്തോളൂ, രേവതിയെ കൊടുത്തോളൂ. എന്നാൽ അങ്ങ് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നടക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അവിടെ നിന്ന് പോന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ രേവതിയുടെ വലിപ്പ വ്യത്യാസം, പിന്നെ ഈ ബലരാമൻ ചെറിയ ആളാണ്. ബലരാമൻ സ്വതേ വലിയ ആളാട്ടോ, പക്ഷേ രേവതിയെ സംബന്ധിച്ച് ചെറിയ ആളാണ്. അപ്പോൾ കലപ്പ ഒന്ന് തൊട്ട് രേവതി തനിക്ക് പാകമുള്ള ആളാക്കി തീർത്തതിൻ്റെ ശേഷം ബലരാമൻ രേവതിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബലരാമ രേവതി വിവാഹത്തെ കൂടി അവിടെ വിസ്തരിച്ച് പറയുകയാണ് ഉണ്ടായത്. അതിനുശേഷം അംബരീഷൻ്റെ കഥയാണ് പിന്നീട് 2 അധ്യായങ്ങളെ കൊണ്ട് പറഞ്ഞത്, 4ഉം 5ഉം. അതിൽപ്പെട്ട ഈ ഇക്ഷ്വാകുവിൻ്റെ അനുജന്മാരിൽ പെട്ടതാണ് നഭകൻ. നഭകന് 5 പുത്രന്മാർ. അതിൽ 5ാമൻ കവി ഗുരുകുലത്തിൽ പഠിക്കുകയാണ്. പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും 4 ഏട്ടന്മാരും സ്വത്തൊക്കെ മുഴുവൻ ഭാഗിച്ചെടുത്തു. കവി തിരിച്ചു വന്നപ്പോൾ സ്വത്തില്ല. അപ്പോൾ എൻ്റെ സ്വത്ത് എവിടെ ഏട്ടന്മാരെന്ന് ചോദിച്ചു. നിനക്ക് സ്വത്തില്ല, നിനക്ക് സ്വത്തായിട്ട് വെച്ചെടുക്കുന്നത് അച്ഛനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ചെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് നിന്നെ കളിയാക്കിയതാണ്. നീ ഒരു കാര്യം ചെയ്തോ, അടുത്ത് അങ്കിരസ് മഹർഷിമാർ യാഗം ചെയ്യുന്നുണ്ട്. അവർക്ക് 6ാമത്തെ ദിവസം ജപിക്കേണ്ടതായിട്ടുള്ള മന്ത്രം സമയത്ത് ഓർമ്മ വരില്ല. നീ ഏതായാലും അതൊന്ന് പറഞ്ഞു കൊടുത്തു വന്നാൽ നിനക്ക് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അവർ തരുന്നതൊക്കെ വാങ്ങിക്കോളൂ, ജീവിക്കാനുള്ളതൊക്കെ അത് മതി, അത്രേ വേണ്ടൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അവിടെ ചെന്നു, യാഗത്തിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ 6ാമത്തെ ദിവസം വന്നു. അപ്പോഴാണ് ഇവർക്ക് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ മന്ത്രം തോന്നുന്നില്ല. അപ്പോൾ അത് കവിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തപ്പോൾ വളരെ സന്തോഷമായി. ആ യാഗം വളരെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു. കാരണം ഈ കവി എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നാമത് തപസ്യാണ്, രണ്ടാമത് പൂർണ്ണമായിട്ടുള്ള വിദ്യ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഭക്തനാണ്, നിഷ്കളങ്കനാണ്. അനവധി മേന്മകളുണ്ട് കവിക്ക്. അത് മുഴുവൻ അവിടെ യാഗത്തിൻ്റെ പൂർണ്ണതയ്ക്ക് കാരണമായി. അവർക്ക് വലിയ സന്തോഷമായി. ഇപ്പോൾ യാഗത്തിൽ സാധാരണഗതിയിൽ കുറേ ബാക്കി വരും. അതും ഇതൊക്കെ ആയിട്ട് കുറേ ഉപയോഗ വസ്തുക്കളോ ഉപയോഗതങ്ങളോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അതൊക്കെ ഈ സ്വർണ്ണപാത്രങ്ങളും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ബാക്കി വന്നത് മുഴുവൻ അങ്ങെടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞ് കവിക്ക് അതെല്ലാം കൊടുത്തു. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് വാരിപ്പറക്കി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ പടിഞ്ഞാറ് നിന്ന് അതിതേജസ്വി ആയിട്ടുള്ള ഒരു പുരുഷൻ വന്നു. ഇത് പടിഞ്ഞാറെന്നല്ല, വടക്ക് നിന്ന് ഒരു പുരുഷൻ കടന്നു വന്നു. എൻ്റെ സ്വത്ത് എനിക്ക് അവകാശപ്പെട്ടതായിട്ടുള്ള ഈ വിഹിതം എന്തിനാ അങ്ങനെ പറക്കി കൂട്ടുന്നതെന്ന് ചോദിച്ചു. അയ്യോ, അതെന്താ അങ്ങനെ? ഇത് എനിക്ക് ഇവർ തന്നതാണല്ലോ, ഈ ഹോതാക്കൾ തന്നതാണല്ലോ, യജമാനെ കൂടി തന്നതാണല്ലോ, അച്ഛനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അച്ഛനും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ബബിലൊക്കെ പോയി, ഹോതാക്കളൊക്കെ പോയി, ഇനിയിപ്പോൾ ആകെ ചോദിക്കാൻ അച്ഛനും അത്രേ ഉള്ളൂ. അപ്പോൾ അച്ഛനോട് ചെന്ന് ചോദിച്ചു വരും, എന്നിട്ടാവാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് കവി അച്ഛനോട് വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു, യാഗം നന്നായിട്ട് നടന്നു. അത് യാഗബാക്കി എടുക്കുമ്പോഴാണ് വടക്ക് നിന്ന് ഒരാൾ വന്നിട്ട്, അത് തേജസ്വിയാണ്, പക്ഷെ രൂപത്തിലൊക്കെ വ്യത്യാസമുണ്ട്, ഏതാണ് അത് തടുത്തു എടുക്കാൻ അധികാരമില്ല, അദ്ദേഹത്തിനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അയ്യോ ഉണ്ണി, അത് മഹാദേവനാണ്, മഹാദേവൻ്റെ വേഷഭൂഷാദികളിലാവില്ല വന്നിട്ടുണ്ടാവുക, അതാണ്.
നീ വേഗം ആ പുരുഷനെ നമസ്കരിക്കൂ, തെറ്റ് പറയൂ, മാപ്പ് അപേക്ഷിക്കൂ, ഇനി ഇങ്ങനൊന്ന് അബദ്ധം വരാതിരിക്കാൻ വേണ്ടി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കൂ എന്നും പറഞ്ഞു. വേഗം കവി ഇവിടെ വന്നിട്ട് ആ പുരുഷനെ നമസ്കരിച്ചു. ഓം നമഃ ശിവായ മഹാദേവായ നമ. അപ്പോൾ അച്ഛനൊക്കെ പറഞ്ഞു അല്ലേ. ദക്ഷയാഗം കഴിഞ്ഞതിന് ശേഷം യാഗബാക്കി മുഴുവൻ മഹാദേവനുള്ളതാണ്. ആ മഹാദേവൻ ഈ സമയത്ത് കവിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കവിയെ പരീക്ഷിച്ചു, കവിയുടെ അച്ഛനെ പരീക്ഷിച്ചു. അപ്പം അതുകൊണ്ട് നഭകൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഇനി മഹാദേവൻ്റെ അനുഗ്രഹമേ കിട്ടാറുള്ളൂ. ഈ മഹാഋഷിമാരുടെ അനുഗ്രഹം മുഴുവൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി തൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് മഹാദേവൻ അവിടെ വന്നത്. വലിയ സന്തോഷമായി. നീയും നിൻ്റെ അച്ഛനും സത്യം പറഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എന്താണോ ഇനി വേണ്ടത് അത് മുഴുവൻ ഇതാ ഞാൻ തരണം. ത്രികാല ജ്ഞാനം ആദ്യം അനുവദിച്ചു കൊടുത്തു, അനുഗ്രഹിച്ചു വരായിട്ട്. അതുപോലെ ഈ യാഗവാക്യമൊക്കെ കൊണ്ടേക്കോളൂ, എനിക്കിതൊന്നും വേണ്ട. മാത്രമല്ല രാജ്യം ഇനി അങ്ങ് ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്പം അങ്ങനെ മഹാദേവൻ്റെ അനുഗ്രഹം ഒരു തപസ്സും ചെയ്യാതെ കണ്ട് ഈ യാഗബാക്കി എടുക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഭഗവാൻ മഹാദേവൻ ശിവൻ ദർശനം കൊടുത്തു. അത്ര ഭാഗ്യമാണ്. അപ്പം അതിൽ പെട്ടതാണ് ഈ അംബരീഷൻ. ആ കവിയുടെ മകനാണ് ഈ അംബരീഷൻ. അപ്പം ഇനി ആ അംബരീഷൻ പുണ്യാത്മാവാതിരിക്കുമോ? ഓഹരി വെച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. പക്ഷെ ഭൂമി മുഴുവൻ ആർക്ക് വന്നു? കവിക്ക് വന്നു. മഹാദേവന്റെ അനുഗ്രഹം കിട്ടി, ത്രികാല ജ്ഞാനം ഉണ്ടായി, അംബരീഷനെ പോലൊരു മകനെയും കിട്ടി, പരമഭക്തൻ. അപ്പം ആ അംബരീഷൻ ഭൂമി മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഭരണം അത് ഭഗവാനെ ഏൽപ്പിച്ചു. കവിയുടെ കാലം കഴിഞ്ഞിട്ട് അംബരീഷനായാലും അതേപോലെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് സുദർശന ചക്രമാണ് മന്ത്രിയായിട്ട് വന്നിരുന്ന ബ്രാഹ്മണ വേഷത്തിൽ ഭരണം അദ്ദേഹം ചെയ്തിരുന്നു. ഇവിടെ അംബരീഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സപ്തദ്വീപുകൾക്ക് വെച്ചാൽ ഭൂമി മുഴുവൻ സ്വന്തമായിട്ടും വൈരാഗ്യത്തോട് കൂടിയിട്ട് ഭഗവാന് വേണ്ടിയിട്ട് രാജ്യം ഭരിക്കുക എന്ന പ്രവൃത്തി അത് സ്വയമല്ല ചെയ്തത്. ഈ സുദർശന ചക്രമാണ്, പൂജയിലാണ് ശ്രദ്ധ, ഭരണത്തിൽ ഒട്ടുമില്ല. പ്രപഞ്ചം മിഥ്യയാണ്, ഇതൊക്കെ ഭഗവാന്റെയാണ്, താൻ തന്നെ ഭഗവാന്റെയാണ്. തൻ്റെ കണ്ണ് ഭഗവാനെ കാണാനാവണം, ചെവി കഥ കേൾക്കാനാവണം, നാവ് പ്രസാദം രുചിക്കാനാവണം, തൊലി ഭഗവാനെ സ്പർശിക്കാനാവണം, പാദധൂളി സ്വീകരിക്കാനാവണം, മൂക്ക് ഭഗവാന് അർച്ചിച്ചതായിട്ട് തൃപ്പാദത്തിലെ ആ തുളസിയുടെ മണം സ്വീകരിക്കാനാവണം, കയ്യ് പരിചരിക്കാവണം, കാല് പ്രദക്ഷിണം വയ്ക്കാനാവണം. ഇങ്ങനെ സകലവിധ ഇന്ദ്രിയ പ്രവർത്തനങ്ങളും ഭഗവത് ഉന്മുഖമാക്കി തീർക്കാൻ വേണ്ടി ത്രികരണങ്ങളും മനസ്സാ വചസാ കർമ്മണ അത് മുഴുവൻ ഭഗവാന് വേണ്ടിയിട്ട് കൊടുത്ത് മനസ്സ് ശുദ്ധമായിട്ട് ജീവനെ ശുദ്ധമാക്കിയിരുന്നു. ആ സമയത്ത് സരസ്വതീ തീരത്ത് അനവധി അശ്വമേധ യാഗാദികളെല്ലാം നടത്തി ധാരാളം ദക്ഷിണയൊക്കെ കൊടുത്ത് ദേവന്മാരൊക്കെ നേരിട്ട് വന്ന് യജ്ഞഭാഗമൊക്കെ സ്വീകരിച്ച് യാഗം കാണാൻ വന്നവർക്ക് കൂടി ധനം കൊടുത്തുകൊണ്ട് അന്നദാനം തൊട്ടുള്ള സകലതും കൊടുത്ത് ഭഗവാനിൽ മാത്രം ഭക്തി വെച്ചുകൊണ്ട് അനുനിമിഷം ഭക്തി വർദ്ധിപ്പിച്ച് സ്വർഗസുഖമൊക്കെ വളരെ തുച്ഛം, എന്തിനാ വൈകുണ്ഠം പോലും താല്പര്യമില്ല, അങ്ങനെ ഒരു മട്ടാട്ടോ. അങ്ങനെ സച്ചിദാനന്ദത്തെ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു ആഗ്രഹവും ബാക്കിയില്ല, കർമ്മ ബാക്കിയില്ല. അങ്ങനെ മുക്തി ഇനി തടസ്സമില്ല, എപ്പോൾ വേണിച്ചാൽ മുക്തനാവാം. ഭക്തിക്ക് ഒരു വിഘാതവും ഇല്ല. അഹൈതുക്യ അവ്യവഹിത അജസ അനന്യ ശരണാഗതിയാണ്. അങ്ങനെ ഭരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സുദർശന ചക്രമാണല്ലോ രാജ്യഭാരം ചെയ്യണത്. അപ്പോൾ തനിക്ക് പ്രത്യേകിച്ച് ഭാരമൊന്നുമില്ല. അപ്പം എന്നാൽ ഒരു പത്നിയാണെങ്കിലോ പാതിവർത്യം അത് വളരെ കൂടുതലാണ്. അപ്പോൾ രണ്ടുപേരും കൂടി നിശ്ചയിച്ചു, ഒരു കൊല്ലത്തെ ഏകാദശി 26 ഏകാദശി വരും, ആ ഏകാദശി നോൽക്കാം എന്ന് നിശ്ചയിച്ചു. അങ്ങനെ കാട്ടിൽ പോയി ഏകാദശി വ്രതം നോൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദശമിയുടെ അന്ന് ഒരു നേരത്തെ ആഹാരമുള്ളൂ, പിന്നെ ഏകാദശി മുഴുവൻ ശുദ്ധവാസമാണ്. അതിനുശേഷം ദ്വാദശി എന്നൊരു യാമമൊക്കെ ഉണ്ട്. ആദ്യത്തെ യാമമൊക്കെ കഴിഞ്ഞിട്ട് വേണം, പിന്നെയാണ് പാരണ വീടൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു കൊല്ലം 26ാമത്തെ ഏകാദശി നോറ്റ് അടുത്ത ആ പാരണ വീടുന്ന ദിവസം ഈ മാത്രമല്ല ഈ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഈ ഇന്ന ദാനങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നിയമമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പശുദാനങ്ങൾ കോടി പശുദാനങ്ങളൊക്കെ ചെയ്തു, സ്വന്തം ആചാരാദികളെല്ലാം ചെയ്തു,
എല്ലാവർക്കും കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ പശുദാനത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ പ്രസവത്തിലുള്ള പശു ആ കുട്ടിയോട് കൂടിയിട്ട് കൊമ്പ് സ്വർണം കൊണ്ട് കെട്ടിയിട്ട് കുളമ്പ് വെള്ളി കൊണ്ട് കെട്ടിയിട്ട് കൗശയപ്പട്ടൊക്കെ പുതപ്പിച്ച് അലങ്കാരങ്ങൾ കുറി മാല തൊട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കഴുത്തിൽ സ്വർണ്ണമാല എന്തൊക്കെ ചെയ്തിട്ടോ, ഇവർക്ക് ചങ്ങലയൊക്കെ വേണ്ടേ, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് അതേപോലെ ധാരാളം ഉപരിദക്ഷിണയൊക്കെ കൊടുത്തുകൊണ്ട് പിന്നെ മേയാനുള്ള സ്ഥലം ഭൂമിയായിട്ട് കൊടുക്കണം, കറവപാത്രങ്ങൾ ഇങ്ങനെ സകലതും കൊടുക്കണം, ഉപരിദക്ഷിണയൊക്കെ കൊടുക്കണം. അങ്ങനെയാണ് വസ്ത്രം, താമ്പൂലം, അതേപോലെ മന്ത്രവും മനസ്സും ധനവും കൂടിയിട്ട് കൊടുക്കണം. അതെല്ലാം കൊടുത്തു. അങ്ങനെയാണ് ഓരോ പശുദ്ധാനവും ചെയ്തത്. അപ്പോൾ ചക്രവർത്തിയാണ് ഇങ്ങനെ അനവധി പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഭഗവത് തുല്യതായിട്ട് മാറിയിട്ടുണ്ട്, ഇനി മുക്തിയെ വേണ്ടു. ഇങ്ങനെയാണ് ആ മധുവനത്തിൽ വെച്ചിട്ട് ഈ യാഗങ്ങൾ മുഴുവനെ ചെയ്യണത്, ഈ 26 ഏകാദശി നോറ്റത്. അപ്പോൾ വൃശ്ചികത്തിൽ വെളുത്തപക്ഷ ഏകാദശി അത് തുടങ്ങിയിട്ട് വൃശ്ചികം വെളുത്ത ദ്വാദശി കൂടി അങ്ങനെ 26 ഏകാദശിയാണ് വരിക. അന്ന് ഈ ഒടുക്കത്തെ ദിവസം ദുർവാസാവ് 10,000 ശിഷ്യന്മാരെയും കൊണ്ടിട്ട് വരികയാണ്. പാരണ വീടാനുള്ള സമയത്താണ് ദുർവാസാവിൻ്റെ വരവ്. അപ്പോൾ ഭഗവാൻ രാജാവിന് വലിയ സന്തോഷമായി. അംബരീഷൻ പറഞ്ഞു, മഹർഷി അങ്ങ് വേഗം കുളിച്ചു വരും, പാരണ വീടാനുള്ള സമയമായി. അപ്പോൾ കാളിന്തി തീരം തൊട്ടടുത്ത് തന്നെയാണല്ലോ, അവിടെ ചെന്നു കുളിക്കാൻ പോയി. കുളി കുറച്ച് വിസ്തരിച്ചു എല്ലാവരും കൂടിയിട്ട്. ഗുരു പോകുന്നല്ലാണ്ട് ഈശ്വരന്മാർക്ക് പോരാനും പറ്റില്ലല്ലോ. അങ്ങനെ എന്തായാലും കുളി വൈകിയപ്പോൾ പാരണയ്ക്കുള്ള സമയം തെറ്റാണ്. ദ്വാദശി കഴിഞ്ഞാൽ പിന്നെ പാരണ ചെയ്തിട്ട് കാര്യമില്ല. ഒരു കൊല്ലത്തെ ഈ അധ്വാനിച്ചാൽ അങ്ങനെയല്ല, ഭഗവത് പ്രീതി അത് വേണ്ട വിധം പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ആ വ്രതം നോറ്റത് വെറുതെ ആവും. ആ വെറുതെ ആയിക്കൊണ്ട് പരിഭ്രമം ഉണ്ടായിട്ടല്ല, എന്നാലും അതിൻ്റെ ഒരു വിധി അതാണല്ലോ. അപ്പോൾ ചർച്ച ചെയ്തു, ഞാൻ നോൽക്കുകയാണോ പാരണ വീടാണോ വേണ്ടത്, അതോ മഹർഷി വന്നിട്ട് ഇതിൻ്റെ ഈ പൂർത്തീകരിച്ചില്ല എന്നുള്ളൊരു അബദ്ധം അത് സാരമാക്കാതെ കണ്ട് കാത്തിരിക്കുകയാണോ വേണ്ടത് എന്ന് മഹാബ്രാഹ്മണരുണ്ട്, ഗുരുക്കന്മാരുണ്ട്, അവരോട് എല്ലാവരും കൂടിയിട്ട് ചർച്ച ചെയ്തു. ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഒരു കൊല്ലം നോറ്റത് അതിൻ്റെ ഫലം കൂടി കിട്ടിക്കോട്ടെ, അതുകൊണ്ട് ഫലം എന്തിനാ വെറുതെ കളയണ, മഹർഷിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അങ്ങൊരു കാര്യം ചെയ്തോളൂ, അഭക്ഷ എന്ന രീതിയിൽ എടുക്കാം എന്ന് പറഞ്ഞു. വെള്ളം അപ്പം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, ഭക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷിക്കുക എന്നാണ്. എന്നാൽ അഭക്ഷ വെള്ളം എന്നുള്ളത് ഭക്ഷണമല്ല. അപ്പോൾ പാരണ വീടാൻ വേണ്ടിയിട്ട് 2 തുള്ളി തുളസി തീർത്ഥ ജലം, പാദതീർത്ഥം, അത് ഈ കഴിച്ചു കഴിഞ്ഞാൽ നാവിലും അണ്ണാക്കിലും അതിൽ കൂടുതൽ താഴത്തേക്ക് പോവില്ല. എത്രയായാലും അത് കുടലിലേക്ക് എത്തില്ല. ഭക്ഷണം കഴിച്ചു എന്നുള്ളൊരു ദോഷം അതിൽ വരാനില്ല. എന്നാൽ പാരണ വീടി എന്നുള്ളത് ആവുകയും ചെയ്തു. അത് വിധിച്ചു. അത് വിധിച്ചപ്പോൾ എന്നാൽ അങ്ങനെ ആവാം. ഇപ്പം കാരണം പണ്ഡിതന്മാർ പറഞ്ഞതല്ലേ. അപ്പം അങ്ങനെ അതാണ് കഴിക്കലും ദുർവാസാവ് ഈ മറ്റേ ഈ കാര്യം അറിയലും അവിടുന്ന് ശുണ്ഠി എടുത്തിട്ട് ഇങ്ങോട്ട് വരലും ഒപ്പം കഴിഞ്ഞു. നിമിഷ നേരം കൊണ്ട് ദുർവാസാവ് എത്തി. പാരണ വീടിൻ്റെ ശേഷമാണ്. എന്നാൽ വേറെ ആൾക്കാരെയും ഭക്ഷണം കൊടുക്കുക അങ്ങനെ കഴിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, അവിടെ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലേ. പക്ഷേ ദുർവാസാവിന് കോപം സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ആ ജട കണ്ട് പറിച്ച് പിടിച്ച് താഴത്തേക്ക് അടിച്ചു. അപ്പം അതിൽ കൃത്യ എന്ന പേരായിട്ടൊരു ദുർഭൂതം ഇങ്ങനെ ഉണ്ടായി, ഒരു അഗ്നിഗോളം. ആ അഗ്നിഗോളം ഇങ്ങോട്ട് അംബരീഷൻ്റെ അടുത്തേക്കൊണ്ട് വന്നു വധിക്കാനായിട്ട്, കത്തിക്കാൻ ഒന്നിച്ചേർന്ന് ജ്വലിച്ചു വരല്ലേ. അപ്പം അംബരീഷൻ ഈ ദുർവാസാവിൻ്റെ ഈ കോപവും മറ്റേ ജട പിടിച്ചടിക്കലും അതേപോലെ ഈ കൃത്യം ഉണ്ടാവലും ഈ തീഗോളമായിട്ട് തന്നെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് വരലും കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു ഭാവമാറ്റം വേണ്ടേ മനസ്സിന്? ഒരു ചാഞ്ചല്യം ഉണ്ടായില്ല, നിൽപ്പുന്ന അനങ്ങിയില്ല. ഓ നമോ നാരായണായ, ഓ നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണായ നമ, ഓം വിഷ്ണവേ നമ, വേറെ ഒന്നുമില്ല. ഓം നമ. അപ്പോൾ ഈ ദുർവാസാവ് വീട്ടിലുള്ള കൃത്യ മുമ്പിലേക്ക് എത്തുന്നതിന് മുന്നേ പിന്നിലുണ്ടായിരുന്ന മന്ത്രി സുദർശനം അത് ചക്രമായിട്ട് മാറി ഈ ദുർഭൂതത്തെ ആദ്യം വധിച്ചു, ഭസ്മാക്കി. തീ കട്ട കാണാനില്ല, തീ ഗോളത്തിനെ കാണാനില്ല. പിന്നാലെ സുദർശന ചക്രം
നേരിട്ട് ദുർവാസാവ് മഹർഷിയുടെ അടുത്തേക്ക് എത്തി. അപ്പോൾ ദുർവാസാവ് മഹർഷി ജീവനും കൊണ്ട് ഓടാ ഓട്ടം. എവിടേക്കാണ് ഓടേണ്ടത് വെച്ചില്ല, ഓടി. എന്തായാലും ആ ഓട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും ചക്രം പിന്നാലുണ്ട്. അപ്പോൾ അഷ്ടദിക്പാലകന്മാരുടെ അടുത്തേക്കൊക്കെ ഓടി. ഭൂമിയിലൊന്നും കിട്ടിയില്ല. ആകാശത്തേക്ക് കയറി. അവിടെ ഈ ദിക് ദേവതകളുടെ അടുത്തേക്കൊക്കെ ചെന്നു. അവിടെ ഒന്നും രക്ഷ കിട്ടിയില്ല. അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് ബ്രഹ്മലോകത്തേക്ക് എത്തി. ബ്രഹ്മാവ് സ്വീകരിച്ചില്ല. അപ്പോൾ കൈലാസത്തിലേക്ക് എത്തി. കൈലാസത്തു നിന്നും കിട്ടിയില്ല. ശങ്കരാംശമാണ്, പക്ഷേ കിട്ടിയില്ല, അഭയം കിട്ടിയില്ല. അപ്പോൾ നേരെ വൈകുണ്ഠത്തിലെത്തി. ഭഗവാൻ പറഞ്ഞു, എന്താ ദുർവാസാവേ ഇങ്ങനെയൊക്കെ ചെയ്യണത്? അത് തെറ്റല്ലേ? വിദ്യ ഉണ്ടായിട്ടും എന്താ വിനയം ഉണ്ടാവാത്ത ചോദിച്ചു. അംബരീഷ രാജാവ് അങ്ങയോട് എന്ത് തെറ്റാ ചെയ്തത്? അംബരീഷ രാജാവ് പാരണ വീഡിയോ ചോദിച്ചാൽ പാരണ വീടി. പക്ഷെ അദ്ദേഹം ആഹാരം കഴിച്ചിട്ടുണ്ടോ? അങ്ങേക്ക് അറിയില്ലേ? ജ്ഞാനില്ലേ? ത്രികാല ജ്ഞാനില്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ കാര്യം? അഹം ഭക്ത പരാധീന, ഞാൻ ഭക്തൻ്റെ കീഴിലല്ലേ നിൽക്കണത്. അപ്പോൾ അംബരീഷിനെ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. അങ്ങൊരു കാര്യം തോളൂ, ഞാൻ സൂത്രം പറഞ്ഞുതരാം. ഞാനിപ്പോൾ അങ്ങയെ സഹായിക്കാൻ കുട്ടിയെ പറ്റില്ല. അങ്ങ് അംബരീഷിൻ്റെ കാല് പിടിച്ചോളൂ. അംബരീഷിന് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അംബരീഷൻ രക്ഷിക്കും. പിന്നെ എന്തിനാ പേടിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ഒരു മനസ്താപം? വേണ്ട, ഒട്ടും പരിഭ്രമിക്കേണ്ട. വേഗം ചെന്നിട്ട് അംബരീഷിൻ്റെ കാല പിടിച്ചോളൂ. അപ്പോൾ എന്നാ ഈ ദുർവാസാവിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു സംശയം ഉണ്ടായില്ല കേട്ടോ. ഇവിടെ ഓടി വന്നിട്ട് അംബരീഷിൻ്റെ കാലിൽ നമസ്കരിച്ച് അംബരീഷായ നമ. അംബരീഷിൻ്റെ കാല് പൊള്ളി, പാവം. അത് പിന്നാക്കം, വേഗം പിന്നാക്കം നിന്നു. എന്താ മഹർഷി കാണിക്കണത്? ഞാൻ അങ്ങടല്ലേ അങ്ങ് നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് നമസ്കരിക്കാൻ നിന്നപ്പോൾ അതൊന്നും വേണ്ടിയൊന്നുമില്ല. അവിടെ ഈ സുദർശനചക്രം നിൽക്കുകയാണ്. അങ്ങോട്ട് കിടക്കാൻ നിർത്തിയില്ല. അംബരീഷിന് പറ്റായിട്ടല്ല കേട്ടോ, പക്ഷെ അത് ചെയ്തില്ല. ഏതായാലും സുദർശന ചക്രത്തിൻ്റെ താപം ഒന്ന് ഒഴിവാക്കി തരും അംബരീഷ മഹാരാജാവേ, അല്ലാണ്ട് വേറെ രക്ഷയില്ല. എന്നിട്ട് വേണം എനിക്ക് നീക്കാൻ. അപ്പോൾ അംബരീഷ മഹാരാജാവ് സുദർശനത്തെ സ്തുതിച്ചു നന്നായിട്ട്. 1000 മനയുള്ള ഈ സുദർശന ചക്രത്തിൻ്റെ ചൂട് സഹിക്കാൻ പറ്റാതെ കണ്ടാണ് ദുർവാസാവ് മഹർഷി. എന്നാൽ ഇതൊന്നും ബാധിക്കാതെ കണ്ട് ഈ അംബരീഷൻ്റെ ഭക്തി അത് ദുർവാസാവിൻ്റെ ഈ താപത്തെ തീർക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷ്ണുവിനെ അല്ല സ്തുതിച്ചത്, സുദർശന ചക്രത്തെയാണ് സ്തുതിച്ചത്. സ്തുതിയൊക്കെ കേട്ടിട്ടും പിൻവാങ്ങണില്ല. അപ്പോൾ താൻ ഇതേവരെ എന്തെങ്കിലും പുണ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഇതാ പണയമായിട്ട് വയ്ക്കുന്നു. ദുർവാസാവിനെ ഇങ്ങനെ ചൂടാക്കിയിട്ട് വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം അത് അന്ന് പിന്മാറണം എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ സുദർശനചക്രം പിന്മാറിയില്ല. അപ്പം അംബരീഷ രാജാവ് പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പ്രവൃത്തികളും ഭഗവത് അർപ്പിതമായിട്ടാണ് ചെയ്തേക്കണത്. ഭഗവത് അർപ്പിതമായിട്ടുള്ള ആ പ്രവൃത്തി ഭഗവാന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ പ്രീതി കിട്ടിയിട്ടില്ല, എന്നിൽ ഭഗവാൻ പ്രസന്നനല്ല എങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത പ്രവൃത്തികളൊക്കെ വെറുതെ ആവില്ലേ? അതുകൊണ്ട് എൻ്റെ ഈ സകല ഉപാസനകളും ഭഗവത് പ്രീത്യർത്ഥമായിട്ട് സമർപ്പിച്ചത് ഭഗവാൻ എനിക്ക് വരമായിട്ട് തന്നിട്ടുണ്ട് എങ്കിൽ, പ്രീതനായിട്ടുണ്ട് എങ്കിൽ, ആ പ്രീതിയെ ഞാനിത് ദുർവാസാവിൻ്റെ ചൂടിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് സുദർശന ചക്രത്തിന് ഇത് അങ്ങേക്ക് സമർപ്പിക്കണോ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു. അതോടുകൂടിയിട്ട് സുദർശന ചക്രം പിൻവാങ്ങി നേരെ വിഷ്ണുലോകത്തേക്ക് പോയി, വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി. ഇത് കണ്ടതോടുകൂടിയിട്ട് ദുർവാസാവിൻ്റെ കോപമടങ്ങിയത് മാത്രമല്ല, നല്ലോണം ഒന്ന് കരഞ്ഞു. അംബരീഷിനെ വളരെയധികം പുകഴ്ത്തി, ഭഗവാനെ അതിലേറെ പുകഴ്ത്തി. ആരെയൊക്കെയാണ് സ്തുതിക്കേണ്ടത്, നമസ്കരിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏതായാലും അങ്ങോട്ട് പൂജിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് പൂജിച്ചില്ല. പക്ഷേ അംബരീഷ മഹാരാജാവ് ഈ ദുർവാസാവിനെ നല്ലോണം പൂജിച്ചു. അദ്ദേഹത്തിനെ എങ്ങനെയൊക്കെയാണ് സൽക്കരിക്കേണ്ടത് ചോദിച്ചാൽ ശരിയ ആ രീതിയിലൊക്കെ സൽക്കരിച്ചു. ദുർവാസാവ് പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്തതായിട്ടുള്ള എല്ലാ പുണ്യങ്ങളും, തപസ് അനവധി ചെയ്തിട്ടുണ്ടേ, ആ പുണ്യം മുഴുവൻ ഇവിടെ ബാലൻസാ. ഇത് മുഴുവൻ ഇതാ അങ്ങക്ക് ഞാൻ ദാനമായിട്ട് തരുന്നു. അപ്പോൾ അംബരീഷ രാജാവിൻ്റെ ഈ പുണ്യം മുഴുവൻ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ദുർവാസാവിന് വേണ്ട, ഭഗവാന് വേണ്ട, സുദർശന ചക്രത്തിന് വേണ്ട. അത് മുഴുവൻ ബാലൻസാ, അത് മുഴുവൻ അംബരീഷിന് കിട്ടി.
ദുർവാസാവിൻ്റെ തപസ്സിൻ്റെ പുണ്യം മുഴുവൻ ഇപ്പോൾ ഇതാ ദുർവാസാവും കൊടുത്തു. 2 പുണ്യവും കൂടിയിട്ട് ഏറ്റാൻ പറ്റാത്ത അത്രയും പുണ്യമായി. അപ്പം അതുകൊണ്ട് ഈ അംബരീഷ രാജാവ് വളരെയധികം സച്ചിദാനന്ദത്തെ അനുഭവിച്ചു. അപ്പോൾ ദുർവാസാവിനോട് പറഞ്ഞു, ഏതായാലും അങ്ങ് വന്നു, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ശാന്താണ്, അങ്ങ് ഇനി എൻ്റെ ഈ പാരണ വിടാൻ സഹായിക്കണം. അപ്പോഴേക്കും 1 കൊല്ലം കഴിഞ്ഞായിരുന്നു കേട്ടോ. ഏതായാലും കാലിയഴിച്ചുകൂട്ട് വിസ്തരിച്ച് 14 ശിഷ്യന്മാർക്കും ഈ ദുർവാസാവിനും വളരെ ഗംഭീരമായിട്ടുള്ള ഊണ് കൊടുത്തു, ദക്ഷിണയോട് കൂടിയിട്ട് ധാരാളമായിട്ട്. അത് കഴിഞ്ഞിട്ടേ പാരണ വീടിയുള്ളൂ അംബരീഷൻ. അപ്പോൾ 2 കൊല്ലത്തെ ഏകാദശി നോൽപ്പ്. ആദ്യത്തെ 26 ദിവസം മാത്രമേ ഉണ്ടായുള്ളൂ വെച്ചാൽ, അല്ലെങ്കിൽ 26 52 എന്ന് കൂട്ടുക. അതല്ലെങ്കിൽ ഈ 52 ഇത്തിരി കൂടി ഉണ്ടാച്ചാൽ അതും കൂടി ആയിക്കോട്ടെ, 53 ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ 1 കൊല്ലം. അപ്പോൾ 2 കൊല്ലം എന്ന് സാരം. ഈ വ്രതത്തിൻ്റെ ഫലമായിട്ട് 53 ദിവസവും പിന്നെ 56 ആഴ്ചയും, അല്ലെങ്കിൽ 52 ആഴ്ചയും, 53 ആഴ്ച ആയിക്കോട്ടെ, 1 കൊല്ലം മുഴുവൻ നിന്ന നിൽപ്പിലേ നിൽക്കുകയാണ്. ഒരാഹാരം കഴിച്ചിട്ടില്ല. ആർക്കാ സാധിക്കുക? തപസ് ചെയ്യണമെന്ന് വിചാരിച്ച ആൾക്ക് സാധിക്കില്ല. എന്നിട്ട് വേണ്ടേ? അപ്പോൾ ആ ഈ അനുഗ്രഹം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിൻ്റെ ശേഷം ഭഗവാന്റേതായിട്ടുള്ള അനുഗ്രഹത്തെ ഇനി ഇത്രയും കിട്ടിയിട്ട് ഞാൻ വീണ്ടും രാജ്യം ഭരിക്കാൻ പോയി, അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം അതുകൊണ്ട് പുത്രന്മാരെ രാജ്യം ഏൽപ്പിച്ചു. അങ്ങനെ നേരെ വാനപ്രസ്ഥം വേണ്ട, ഇനി സന്യാസവും വേണ്ട, നേരിട്ട് വൈകുണ്ഠത്തിലേക്കാണ് യാത്ര. ഈ അംബരീഷൻ ചെയ്തതായിട്ടുള്ള ഈ പുണ്യപ്രവൃത്തി, അതിൻ്റെ സദ്ഫലം, അത് കഥ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഈ ഗുണഫലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ 14 ലോകത്തിലുള്ള എല്ലാ സ്ഥലത്തും ചെന്നിട്ട് ദുർവാസാവ് പറഞ്ഞു. അംബരീഷനോളം ഖ്യാതി ഇനി മറ്റൊരാൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഈ ത്യാഗം എന്തൊക്കെയാണ് അംബരീഷിൻ്റെ ഗുണങ്ങളെ ചോദിച്ചാൽ നിശ്ചയില്ല. 2 പേരുടെ പുണ്യം മുഴുവൻ കിടക്കുക. ഈശ്വരനേക്കാൾ മീതയായി അംബരീഷൻ്റെ സ്ഥാനം. അതാണ് അങ്ങനെയുള്ള സൂര്യവംശ രാജാക്കന്മാരുടെ ചരിത്രം. ഈ കഥ കേട്ട് കഴിഞ്ഞാൽ എന്താഗ്രഹിച്ചിട്ടാണോ ഈ കഥ കേൾക്കുന്നത് അവർക്ക് ആഗ്രഹം സാധിച്ചിരിക്കും. എന്ത് ദുരിതമാണോ ഉള്ളത്, ദുരിത പരിഹാരത്തിന്. വേറെന്തിനാ കഥ കേൾക്കണത്? ഈ മനസ്സൊന്ന് അതിലേക്ക് ലീനമായാൽ പോരെ, ഒരു ഒട്ടലുണ്ടായാൽ പോരെ, അതിൻ്റെ കുറച്ച് പുണ്യം നമുക്ക് കിട്ടില്ലേ? ഈ പുണ്യം വേണ്ട ഈ പാപം മുഴുവൻ തീരാനേ. അങ്ങനെയുള്ള ഭഗവത് അനുഗ്രഹം മുഴുവൻ, ഭക്തൻ്റെ അനുഗ്രഹം മുഴുവൻ, ഈ മഹാഋഷിയുടെ അനുഗ്രഹം മുഴുവൻ, ഈ രാജഋഷിയുടെ അനുഗ്രഹം മുഴുവൻ, ഭാഗവതത്തിലുള്ള കൃഷ്ണനാണ് ഭാഗവതത്തിലുള്ളത്. ആ കൃഷ്ണൻ മുഴുവൻ നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെയുള്ള ആ ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം, ഭക്തന്മാരെ നമുക്ക് നമസ്കരിക്കാം, ഉപാസന ചെയ്യാം. എല്ലാ ആഗ്രഹങ്ങളും നമ്മളെയും സാധിപ്പിച്ചു തരട്ടെ. ബ്രഹ്മലോകത്തിലായാലും അതേപോലെ വൈകുണ്ഠത്തിലായാലും കൈലാസത്തിലായാലും മണിദ്വീപത്തിലായാലും എല്ലാ പുരാണങ്ങളിലും പരാമർശമുണ്ട് അംബരീഷ രാജാവിൻ്റെ ഭക്തിയെ പറ്റിയിട്ട്, സത്യനിഷ്ഠയെ പറ്റിയിട്ട്, വ്രതശുദ്ധിയെ പറ്റിയിട്ട്. ലവലേശം ആഗ്രഹമില്ലാത്ത രീതിയിൽ നിഷ്കാമ ഭക്തി, നിർഗുണ ഭക്തി, അങ്ങനെയുള്ള ആ ഭക്തിഭാവത്തിലേക്ക് നമുക്കും എത്താൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സൗഭരി ചരിതം തൊട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.